കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് മാധവി അല്ലേ? മാധവിക്ക് കാന്താഭക്തി എന്നുള്ള മോഹം വരാണ്. എന്താ കാന്താഭക്തി പറഞ്ഞാൽ ഭഗവാനെ പതിയായിട്ട് കിട്ടണം. എങ്ങനെ ഈ മോഹം തോന്നി? ദ്വാരകാധീശൻ്റെ കൊട്ടാരം അല്ലേ, കുരുക്ഷേത്ര ഭൂമിയിൽ ഇത് സമാനമായിട്ടുള്ള കൊട്ടാരം കണ്ടപ്പോൾ മാധവിക്ക് തോന്നുന്നു ദ്വാരകാധീശൻ്റെ പത്നിമാർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എന്താണ്? ഭഗവാന്റെ കൂടെ സമയം ചെലവഴിക്കാം, അവരുടെ സ്ഥാനം, ഭഗവാന്റെ വസ്ത്രങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം, ഭഗവാൻ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇവരെ കണ്ട് ഭ്രമിച്ചു പോകുന്നു മാധവി. മാധവിക്ക് മോഹം തോന്നുകയാണ്. എന്ത് മോഹം തോന്നിയത്? എനിക്കും പത്നിയാവണം ഭഗവാന്റെ. കാന്താഭക്തി മാധവിയിൽ വന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ആര് സമ്മതിച്ചു? തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളുടെ കൃഷ്ണനും ശ്രീമതി രാധാറാണിയും ഭഗവാനും രാധാറാണിയും. മാധവി ഇതൊന്നും അറിയുന്നില്ല. മാധവി ഭക്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാധവി ആത്മാർത്ഥമായി പരിശുദ്ധ ഭക്തിയോടുകൂടി ആഗ്രഹിക്കുന്നു ഓരോ കാര്യങ്ങളും. ഭഗവാൻ അത് നടത്തി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാൻ മാധവിക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്നില്ല ദ്വാപരയുഗത്തിൽ. അതായത് മറ്റ് ഗോപികമാർക്കെല്ലാം ഭഗവാൻ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നിരുന്നു. മാധവി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവിടെ വേറൊരു ഗോപികയുടെ കലങ്ങൾ ഉടയ്ക്കുന്നു, ഒരു ഗോപികയോടുകൂടി സംസാരിക്കുന്നു. മാധവിക്ക് ഭഗവാനിൽ നിന്നും പ്രത്യക്ഷ അനുഭവങ്ങൾ ഇല്ല ദ്വാപരയുഗത്തിൽ. ഭഗവാനെ കണ്ടു അത്രമാത്രം. ഭഗവാൻ പറഞ്ഞു, ഞാൻ കലികാലത്തിൽ വരും, നിന്നോട് സ്നേഹമായിട്ട് ആ സമയത്ത് നീ പറയുന്ന പോലെ എല്ലാം മാധവി പ്രത്യക്ഷപ്പെടും. പക്ഷെ മാധവിക്ക് ഈ ദ്വാപരയുഗത്തിലൊന്നുമില്ല. മാധവി വെയിറ്റ് ചെയ്യാണ് ഭഗവാന് വേണ്ടിയിട്ട്. 1-2 വർഷമല്ല. നിങ്ങൾ ആലോചിക്കണം, ഈ കലിയുഗം എന്ന് പറഞ്ഞ് ഇനിയൊരു യുഗമാണ്. ഇപ്പോൾ നമ്മളോട് ഭഗവാൻ പറയാം, നമ്മൾ കൃഷ്ണാനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഭഗവാൻ ഇന്ന് തരും, നാളെ തരും, അല്ലെങ്കിൽ നമ്മുടെ ഭക്തി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇപ്പം തരും. ഇതൊരു യുഗം കാത്തിരിക്കുകയാണ് മാധവി. പ്രതീക്ഷയോടുകൂടി എൻ്റെ ഭഗവാൻ എനിക്ക് പ്രത്യക്ഷ ലീല തരും എന്ന് പറഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം വരെ മാധവി കാത്തിരിക്കുന്നു. ചെറിയൊരു ഭക്തിയല്ല ഇത്, ഡിറ്റർമിനേഷൻ അല്ല, ദൃഢനിശ്ചയമല്ല. ഭഗവാനോടുള്ള അച്ഛൻ എന്ന് പറയില്ലേ, പെർമനൻ്റായിട്ട് ഇങ്ങനെ കരകളഞ്ഞ ഭക്തിയിൽ, ഒരു മാറ്റമില്ലാത്ത, ഒരു നിഷ്കളങ്കമായ ഇന്നസെൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഉള്ളൊരു ഭക്തിയാണ് മീരാബായിയുടെ ഭക്തി അഥവാ മാധവിയുടെ ഭക്തി. ഇങ്ങനെ പരിശുദ്ധമായി ഭക്തി ചെയ്യുമ്പോൾ അതിൽ നിന്നും എനിക്ക് എന്താ അനുഭവം എപ്പോൾ കിട്ടുന്നു എന്നൊന്നും മാധവി നോക്കുന്നില്ല. ഭഗവാൻ പക്ഷേ സദാ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാൻ അനുഗ്രഹം തരും, നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. മാധവി ആഗ്രഹിക്കുന്നതൊക്കെ നടത്തി കൊടുക്കുന്ന ഭഗവാൻ. ഇനി അടുത്ത ജന്മം കലിയുഗം വരെയാണ്. ഈ മാധവിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. മാധവി വ്രജഗോപിയായിരുന്നു. മധുരാ ഗോപികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ, അതായത് ദ്വാപരയുഗത്തിലെ ദ്വാരകാധീശൻ്റെ അടുത്തുള്ള ധർമ്മപത്നികളെയും കണ്ടു. അതായത് ദ്വാരകാലീലയും കണ്ടു, മധുരാലീലയും കേട്ടു, വ്രജത്തിൽ ജീവിക്കുകയും ചെയ്തു. 3 ഭഗവാന്റെ ലൈഫിൻ്റെ സിറ്റുവേഷനിൽ കൂടെയും പോയ ഒരാളാണ് മാധവി. മാധവി ഇതെല്ലാം അനുഭവിച്ച ഒരു ഗോപിയാണ്. വ്രജത്തിൽ ജീവിച്ചു ഭഗവാന്റെ കാലഘട്ടത്തിൽ ഭഗവാനോടൊപ്പം. ഇനി മാധവി മീരാബായി ആവാൻ പോവാണ് കേട്ടോ. അതായത് മേഴ്ത്ത പറഞ്ഞ സ്ഥലം രാജസ്ഥാനിൽ, രജപുത്ര സ്ത്രീയായിട്ടാണ് മാധവി ജനിക്കാൻ പോകുന്നത് കേട്ടോ. രാജസ്ഥാനിലെ മേഴ്ത്ത പറഞ്ഞ സ്ഥലത്ത് രത്തൻ സിംഗിനും ജാലിബായി എന്നല്ല ശരിക്കുള്ള പേര്. ജാലിബായി പറഞ്ഞ അമ്മയുടെ സ്ഥലപ്പേരാണ് കേട്ടോ. വീർ കൻവർന്നോ അങ്ങനെ എന്തോ ആണ് പേര്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് ജാലിബായി എന്നാണ് നമ്മൾ വിളിക്കുക. ആ അമ്മ ആ സ്ഥലത്തിൽ നിന്നും വരുന്നതാണ്. അത് കാരണം ആ പ്ലേസിൻ്റെ പേര് ചേർത്തിട്ടാണ് സ്ത്രീകളെ സംബോധന ചെയ്തിരുന്നത്. അച്ഛൻ രത്തൻ സിംഗ്. അങ്ങനെ രത്തൻ സിംഗിനും ജാലിബായും ഇവർ എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. രത്തൻ സിംഗിൻ്റെ അച്ഛൻ റാവ് ദൂത അഥവാ ദൂത്ത റാവ് എന്നും പറയും. ഈ റാവ് ദൂതയാണ് ഇവിടെ നമ്മളുടെ കഥയിൽ മെയിൻ റോൾ. റാവ് ദൂതയ്ക്കാണ് ദൂത്ത റാവ്. ബിക്കോസ് പറയാം, ഇങ്ങനെ രത്തൻ സിംഗിനും ജാലിബായിക്കും അനേക കാലങ്ങളായിട്ട് അവർ അതായത് ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഭഗവാന്റെ ദൂത്ത റാവു ഭയങ്കര കൃഷ്ണഭക്തനാണ് കേട്ടോ. റാവ് ദൂത്ത
ഭഗവാനെ ഭക്തി ചെയ്ത് ഭഗവാനോടും വൈഷ്ണവരോടൊക്കെ വളരെ അടുപ്പമാണ് ദൂതാറാവുവിന്. അങ്ങനെ ഇരിക്കെ ചതുർഭുജനാഥ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അത് ദൂതാറാവു തന്നെ ബിൽഡ് ചെയ്ത ക്ഷേത്രമാണ്. രാജസ്ഥാനിൽ നമുക്ക് പോകുമ്പോൾ കാണാം ചതുർഭുജനാഥ് ക്ഷേത്രം. ഇവർ പ്രാർത്ഥിക്കുകയാണ് ഇവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രത്തൻ സിംഗും ജാലിബായും കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെയൊക്കെ ബലമായിട്ട് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ് കേട്ടോ. അതായത് ജാലിബായി ഗർഭം ധരിച്ചു. മനസ്സിലാക്കുക, ഇപ്പോൾ ജാലിബായി ഗർഭം ധരിച്ചിരിക്കുന്നു. റാവ്ദൂതാവിനൊക്കെ വളരെ സന്തോഷം. ആൻഡ് റാവ്ദൂത ഒരു വൈഷ്ണവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കാരണവും ഭഗവാനോടുള്ള ഭക്തിയും ഭഗവത് കഥകളോടുള്ള താല്പര്യവും എല്ലാം കാരണം റാവ്ദൂത പാലസിൻ്റെ അടുത്ത് തന്നെ ഒരു സാധു, അതായത് സാധു ബാബ സന്യാസിമാർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലസും കെട്ടിയിട്ടുണ്ട്. അതായത് ഈ അവരുടെ തീർത്ഥാടനത്തിൻ്റെയൊക്കെ പിൽഗ്രിമിൻ്റെയൊക്കെ ഭാഗമായിട്ട് സാധുക്കളൊക്കെ സന്യാസിമാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലസ് റാവ്ദൂത കിട്ടിയിട്ടുണ്ട്. ദൂതാറാവു എന്നും പറയൂ കേട്ടോ. അപ്പോൾ ദൂതാറാവു എല്ലാ ഫെസിലിറ്റീസും അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു കുറവും ഇല്ലാണ്ട്. കാരണം ഭഗവാന്റെ ഭക്തർ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂതാറാവുവിനൊരു മോഹം തോന്നുകയാണ്. ഗർഭം ധരിച്ചിരിക്കല്ലേ, അപ്പോൾ കൃഷ്ണ കഥകളൊക്കെ കേട്ടാൽ നല്ലതല്ലേ, അത് കുഞ്ഞിന് നല്ലതായിരിക്കും അല്ലേ, അമ്മ കൃഷ്ണ കഥകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഭാഗവതം കേൾപ്പിച്ചു കൊടുത്താൽ നല്ലതാണ്. അമ്മയ്ക്കും ഇങ്ങനൊരു മോഹമുണ്ട്. അപ്പോൾ ദൂതാറാവു പറയുകയാണ്, ഏതെങ്കിലും ഭാഗവത ഉത്തമനായിട്ടുള്ള ഒരു സാധു വരികയാണെങ്കിൽ, ഒരു ആചാര്യൻ വരികയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഭാഗവതമൊക്കെ കേൾക്കുന്നത് നല്ലതല്ലേ സ്ത്രീകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുക, മനസ്സിലൊരു തോന്നൽ വരുന്നതും ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് ഇത് വരുന്നത്. കാരണം ജനിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്കറിയാം. വ്രജഗോപിയാണ് ജനിക്കാൻ പോകുന്നത്. വൃന്ദാവനത്തിലെ ഗോപിക ജനിക്കുന്നു. അങ്ങനെ ഒരു ആചാര്യൻ വരുന്നു. എവിടെ നിന്ന് വരുന്നു? വൃന്ദാവനത്തിൽ നിന്ന് വരുന്നു. ഭഗവാൻ പറഞ്ഞില്ലേ, എല്ലാം പ്ലാൻ ചെയ്തു. മാധവിക്ക് വാക്ക് കൊടുത്തു, അടുത്ത ജന്മം ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, വന്നാൽ മാത്രം മതി, നമ്മൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുക. എല്ലാം ഭഗവാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക കേട്ടോ. പാവം മാധവി മീരാബായി ആവാൻ വേണ്ടിയിട്ട് ഒരാചാര്യൻ വൃന്ദാവനത്തിൽ നിന്നും വരുന്നു അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള. ദൂതാറാവനാണെങ്കിൽ വളരെ സന്തോഷം. കാരണം മരുമകൾ കൺസീവ് ചെയ്തിരിക്കുന്ന സമയം പേരക്കുട്ടിക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കണം ഭാഗവതം. അങ്ങനെ ദൂതാറാവ് പറയും, ഇവിടെ താമസിക്കണം, അങ്ങ് ഭാഗവതമൊക്കെ പറയുന്ന സാധു സന്യാസിയല്ലേ, സന്യാസി ബാബയല്ലേ, അവിടെ താമസിക്കാം, ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. എൻ്റെ മകൻ്റെ ഭാര്യ ഇതേപോലെ ഞങ്ങൾക്ക് പേരക്കുട്ടി ജനിക്കാൻ പോവാണ്, അവിടുന്ന് ഭാഗവതം പറയണം എന്നൊക്കെ പറയും. അപ്പോൾ സാധു ബാബ ഓക്കെ പറയും. ചോദിക്കും ആചാര്യൻ ചോദിക്കും, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതായത് ഭാവത്തിൽ പറയണം എന്നാണ് ദൂതാറാവുവിനും ആഗ്രഹം. വൃന്ദാവനത്തിൽ ആചാര്യന്മാർക്ക് ഭാഗവതം പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവർ ദിവസക്കണക്കിന്, നമുക്കറിയാം സപ്താഹം എത്ര ദിവസം നടക്കും എന്നൊക്കെ അറിയാം, പക്ഷെ അവിടെ അങ്ങനെയല്ല. ആചാര്യൻ പറയുന്നു, ഞാൻ ചിലപ്പോൾ ദിവസങ്ങളോളം എടുക്കും പറയാൻ, ചിലപ്പോൾ മാസങ്ങളെടുക്കും. അതായത് ഒരു ശ്ലോകം, ഒരു അധ്യായമൊക്കെ ഞാൻ കുറേ സമയം കൊണ്ടായിരിക്കും പറയുക. ഭാവമാണ് അവിടെ. ഇതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലാതെ ഫിക്സഡ് ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ദിവസം, കുഴപ്പമില്ല. വളരെ സന്തോഷം ദൂതാറാവുവിന്. അങ്ങനെ തന്നെയാണ് ദൂതാറാവുവിൻ്റെ ആഗ്രഹം എന്ന് പറയും. അങ്ങനെ ദൂതാറാവുവിൻ്റെ ആഗ്രഹപ്രകാരം ആചാര്യൻ ഭാഗവതം പറയാൻ വേണ്ടിയിട്ട് പാലസിലേക്ക്. പണ്ട് പറഞ്ഞാൽ അറിയാം, ഇത് രാജസ്ഥാനിൽ നമ്മൾക്കറിയാം, ഇവിടെ 2 തരം രാജവംശമാണ്. ഒന്ന് ഇക്ഷ്വാക്കു, ഒന്ന് ചന്ദ്രവംശം, കൃഷ്ണൻ്റെ വംശവും, പിന്നെ ഇക്ഷ്വാക്കു ശ്രീരാമസ്വാമിയുടെ. ഈ രജപുത്രൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ക്ഷത്രിയാസ് അവർ ഭയങ്കര, ആ സമയത്ത് പറഞ്ഞാൽ കുറേ ടാക്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന, സ്ത്രീകളൊന്നും അങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന സമയമല്ല. അപ്പോൾ അവരൊക്കെ ജനലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അവർ തട്ടമൊക്കെ ഇട്ട്, അവർ വളരെ ഫോർമലായിട്ടേ, അവർക്ക് പ്രത്യേക അറകളൊക്കെ ഉണ്ട് കേൾക്കാനും. ആൻഡ് ഇവിടെ ഗർഭം ധരിച്ചത് കാരണമായാലും ഇവർക്ക് കേൾക്കാനുള്ള സ്പെഷ്യൽ പ്ലേസസ് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഭാഗവത ആചാര്യൻ പറയുന്നത് കേൾക്കുകയാണ്. ആൻഡ് ആൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ ജാലിബായി പറയാണ് കേട്ടോ,
ആചാര്യൻ ഭാഗവതം തുടങ്ങി. സ്റ്റാർട്ടിങ് നല്ലൊരു ദിവസം നോക്കി സ്റ്റാർട്ട് ചെയ്യാണ്. ഭാഗവതം പറയാൻ തുടങ്ങി. ജാലിബായി കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഗർഭം ധരിച്ചിരിക്കുന്നു, ഭാഗവതം കേൾക്കാം. അതുകൊണ്ട് റാണികളെ എല്ലാവരും പരിചാരകരൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു, കേൾക്കുന്നു. ദിവസങ്ങൾ പോകുന്നു കേട്ടോ. ജാലിബായി പൊതുവേ പറഞ്ഞ ഒരു അമ്പലത്തിലൊക്കെ പോവും, പ്രാർത്ഥിക്കും എന്നല്ലാതെ വലിയൊരു ഭക്ത അങ്ങനത്തെ ലെവലൊന്നും അല്ല ജാലിബായി. ആവശ്യത്തിന് ഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജാലിബായി കുറേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തമാശയാണ് കേട്ടോ കേൾക്കുമ്പോൾ. അതായത് ഇവർക്കൊക്കെ അത്ഭുതം, എങ്ങനെയാണ്, ചെറിയൊരു കോൾഡ് ഉണ്ട് ഇവിടെ, പൊടി ഭയങ്കര കൂടുതലാണ്, പൊല്യൂഷൻ. രാജസ്ഥാൻ ഇവിടെ നിന്നൊക്കെ പൊടി, അതെ രാജസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, പൊടിക്കാറ്റ് വന്നിട്ടേ. ഡൽഹി ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, പൊല്യൂഷൻ, പൊടി കുറച്ച് കൂടുതൽ. ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ആയി അതിൽ. എന്നാലും പൊടി കൂടുതൽ വരുമ്പോൾ നമുക്ക് ചെറിയ അലർജീസൊക്കെ വരും. കോൾഡും പനിയൊക്കെ ആയിരുന്നു. എനിക്കത് ഇന്നലെ ഇടാൻ പറ്റിയില്ല, ഇന്നലെ ഇടണം എന്നാണ് വിചാരിച്ച വീഡിയോ. ഇപ്പോൾ ഞാൻ സ്ഥലവും മാറി, കിളികളില്ലല്ലോ അവിടെ, കിളികൾ അപ്പുറത്താണ്. സ്ഥലം മാറി, ഇപ്പോൾ കിളികളെയും കാണുന്നില്ല. അങ്ങനെ ജാലിബായി കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാലിബായിക്കാണെങ്കിൽ വളരെ സംശയം. ഓരോരോ ക്വസ്റ്റ്യൻസ് ജാലിബായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പതിവില്ലാത്ത സംശയങ്ങളൊക്കെ ഭാഗവതത്തിൽ. അപ്പം എല്ലാവരും അത്ഭുതപ്പെടുന്നു. ഭക്തിയൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, സാധാരണ അമ്പലത്തിൽ പോകും, തൊഴും. ഈ ജാലിബായി എവിടെ നിന്ന് ഇങ്ങനെ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നതെന്നായി. ആക്ച്വലി ചോദിക്കുന്നത് ജാലിബായി അല്ല, ജാലിബായിയുടെ ഉള്ളിൽ നിന്നും ആരാ ചോദിക്കുന്നത്? നമ്മുടെ ഗോപി, വ്രജത്തിലെ നമ്മുടെ മാധവി, മീരാബായിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗട്ട്. ജാലിബായിക്ക് ആകെ സംശയങ്ങളായി. ഓരോ കാര്യങ്ങളിലും ഡൗട്ടൊക്കെ ചോദിച്ച് അനലൈസ് ചെയ്ത് ഡീപ്പ് സ്റ്റഡി നടത്തുന്നു ഭാഗവതം. ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം വരുന്നു. അങ്ങനെ കുറേ ആവുമ്പോൾ ക്യൂരിയോസിറ്റി, കേൾക്കാനുള്ള ആകാംക്ഷയും മാസങ്ങളോളമായി. അതായത് ഭാഗവതം ഈസ് കണ്ടിന്യൂസ്ലി ഗോയിങ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്ത് നിർത്തും, ഭാവത്തിലൊക്കെ പറയും, ജാലിബായി കേൾക്കുന്നു. ചില സമയത്ത് ഉറങ്ങിപ്പോകുന്നു, പക്ഷെ ഉള്ളിലുള്ള ആൾ ഉറങ്ങുന്നില്ല കേട്ടോ, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 9 മാസം കഴിഞ്ഞു. 9 ദിവസവും കഴിഞ്ഞു. ഇവിടെ വേദനകളൊന്നും വരുന്നില്ല ജാലിബായിക്ക്. ജാലിബായി സന്തോഷമായിട്ടിരുന്ന ഭാഗവതം കേൾക്കുന്നു. എല്ലാവർക്കും അത്ഭുതം, ഇതെന്താ സമയമായല്ലോ, എന്താ വേദനയൊന്നും വരുന്നില്ല, പ്രസവത്തിനുള്ള സമയമായി. അപ്പോൾ ജാലിബായിയുടെ എല്ലാവരും ചോദിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഓക്കെ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഭാഗവതം ഉത്സാഹിച്ച് ഉള്ളിലിരുന്ന് നമ്മുടെ വ്രജഗോപി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭാഗവതം കഴിഞ്ഞാലേ കുട്ടി ഇവിടെ പുറത്ത് വരുള്ളൂ. കാരണം നമ്മളുടെ വ്രജഗോപിയായ മാധവി പുറത്ത് വരണമെങ്കിൽ ഭാഗവതം കഴിയണം. ശ്രവണത്തിൽ കൂടെ ആനന്ദം കണ്ടെത്തിയ ആളാണ് മാധവി, മനസ്സിലാക്കുക. വൃന്ദാവനത്തിൽ ഭഗവാനെക്കുറിച്ച് കേട്ട് 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 മാധവിക്ക് അതൊരു ശീലമാണ്. കാരണം മാധവിക്ക് ആകെ ഒരു പ്രാവശ്യമാണ് ഭഗവാനെ കണ്ട് സന്തോഷമായി അങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. പിന്നെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. കൃഷ്ണൻ അനുഭവം അല്ലാതെ കൊടുത്തില്ല മാധവിക്ക്. ഗോപികമാരിൽ നിന്നും, അമ്മയിൽ നിന്നും, ഹസ്ബൻഡിൽ നിന്നും, അങ്ങനെ എല്ലാവരിൽ നിന്നും കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ ശ്രവണത്തിൽ കൂടെയാണ് മാധവി സന്തോഷിച്ചുകൊണ്ടിരുന്നത് ഭക്തിയിൽ. ആൻഡ് ഈ ശീലം ഇതെന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. മാധവിക്ക് എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല, ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഭാഗവതം കഴിയാതെ കുട്ടി പുറത്ത് വരില്ല. അങ്ങനെ ഭാഗവതം തീരാൻ പോകുന്ന ദിവസമായി എന്ന് പറഞ്ഞു ഭാഗവതാചാര്യൻ. ഇവിടെ വേദന വരാൻ തുടങ്ങി ജാലിബായിക്ക്. കാരണം ഭാഗവതം കഴിഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ രാസപൗർണമി, കാർത്തിക മാസത്തിലെ രാസപൗർണമി ദിവസം. മനസ്സിലാക്കുക കേട്ടോ, ഭഗവാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം. കാരണം ഇതാരാണ്? വ്രജഗോപിയാണ്, വൃന്ദാവനത്തിലെ ഗോപികയാണ് ജനിക്കാൻ പോകുന്നത്. അങ്ങനെ രാസപൗർണമി ദിവസം മീരാബായി ജനിക്കുന്നു. എവിടെ ജനിക്കുന്നു? രാജസ്ഥാനിലെ മേഡ്തയിൽ രാസപൗർണമി ദിവസത്തിൽ മീരാബായി ജനിച്ചു. വളരെ സന്തോഷം, ദൂതാറാവുനും എല്ലാവർക്കും വളരെ സന്തോഷമായി. ആൻഡ് ഞാൻ പറഞ്ഞു, ദൂതാറാവ് വലിയൊരു ഭക്തൻ കൂടിയാണ്. കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനൊരു 4 മാസമൊക്കെ ആയി. കുഞ്ഞിന് ചന്ദ്രദർശനം കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞിന് അന്നപ്രാശം ഇതൊക്കെ ചെയ്യുന്നു. കാരണം ഭഗവാന്റെ ഭക്ഷണം ആദ്യം കഴിക്കണമല്ലേ, പ്രസാദം.
ലൈഫ് ലോങ് ആയുരാരോഗ്യത്തോടു കൂടിയും ഭഗവാന്റെ പ്രസാദത്തിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അങ്ങനെ എല്ലാം കൊടുത്ത് ജാതക കർമ്മങ്ങളൊക്കെയായി. അവിടെ ജാതകമൊക്കെ എഴുതിച്ചപ്പോൾ ജനിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുട്ടിയല്ല എന്ന് മനസ്സിലായി. ദൂതാറാവിനോട് പറയാണ് ജ്യോത്സ്യൻ, ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഭക്തയാണ് വീട്ടിൽ വന്നിരിക്കുന്നത്, വ്രജഗോപി വന്നിരിക്കുന്നു വീട്ടിൽ, ജനന സമയം ആൻഡ് ഒരു സാധ്വി. അതായത് അപ്പോൾ ദൂതാറാവിനൊരു എങ്ങനെയാ ഇനി സന്യാസം, അങ്ങനെയൊന്നുമല്ല, കല്യാണമൊക്കെ നിശ്ചയമായിട്ടുണ്ടാവും. പക്ഷേ ആളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആവില്ല, ഭക്തിയായിരിക്കും, പരമഭക്തിയായിരിക്കും. നിങ്ങളുടെ പേരും കീർത്തിയും അനേകായിരം ജനറേഷൻസ് കൊണ്ട് നടക്കുന്നൊരു ഗോപികയായിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഗോപി അന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദൂതാറാവിന് മനസ്സിലായി ജനിച്ചിരിക്കുന്നത് ഒരു പരമഭക്ത, സാക്ഷാൽ വ്രജഗോപിയാണ് വീട്ടിൽ വന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി. കൂടുതൽ എക്സൈറ്റ്മെൻറ്റിനോട് കൂടി ചോദിക്കുക. പക്ഷേ പറയുന്നു, ജ്യോത്സ്യൻ പറയുന്നു, എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു ഏകദേശ ഐഡിയ പറയുന്നു, എക്സാക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ ഭഗവാന്റെ കയ്യിലല്ലേ ഉള്ളത്. ആൻഡ് ദൂതാറാവ് ആ കുട്ടിയുടെ ദൂതാറാവിന് വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം ദൂതാറാവിനാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റും മീരയായിട്ട്. കാരണം ദൂതാറാവിന് മനസ്സിലായി, ദൂതാറാവിന് ആ കണക്ഷനൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു. നമസ്കരിക്കുകയാണ്, വളരെ സന്തോഷം തോന്നി. ആൻഡ് അങ്ങനെ ഇരിക്കെ കുട്ടി വലുതാവാൻ തുടങ്ങി. കൂടുതൽ സമയം കുട്ടി മുത്തശ്ശൻ്റെ ഒപ്പമാണ് കേട്ടോ, ദൂതാറാവിൻ്റെ ഒപ്പമാണ്. ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അമ്മയുടെ അടുത്തൊക്കെ പോവാറ്. കാരണം ദൂതാറാവ് കുട്ടി വലുതായി സംസാരിക്കേണ്ട സമയമൊക്കെ ആവുമ്പോൾ കുട്ടിക്ക് കൃഷ്ണകഥകളൊക്കെ ധാരാളം പറഞ്ഞു കൊടുക്കുക ദൂതാറാവ്. ആൻഡ് മീരാബായിക്ക് ഗിരിധാരിയുടെ കഥകളൊക്കെ നല്ലോണം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ദൂതാറാവിനും വളരെ ഇഷ്ടമാണ് ഗിരിധാരീനെ. ഗിരിധർ ഗോപാലിനോട് ദൂതാറാവിനൊരു സ്നേഹം വരുമല്ലോ, അത് ഭഗവാന്റെ നിശ്ചയമാണല്ലോ. ഗോവർദ്ധനഗിരി ഉദ്ധാരണ ലീലയൊക്കെ ദൂതാറാവ് ആസ്വദിച്ചായിരുന്നു പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് മീരയ്ക്ക് ചെറുപ്പത്തിലേ ശ്രദ്ധയുണ്ട് ഇതിനോടൊക്കെ. മീര വലുതാവും തോറും, സംസാരിക്കാനുള്ള പ്രായത്തും തോറും ഇതൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണകഥകളാണ് കേൾക്കുന്നത്. ഇതൊരു വളരെ നല്ലൊരു സംസ്കാരമാണ് കേട്ടോ നമ്മളീ കാണുന്നത്. അങ്ങനെ ഭഗവാന്റെ കഥ കേട്ട് കേട്ട് വളരുന്നു മീര പറയാൻ തുടങ്ങി, ഗിരിധാരി എന്നൊക്കെ പറയാൻ തുടങ്ങി മീര. കാരണം മീരയുടെ മനസ്സിൽ പതിഞ്ഞതാണ് ഗിരിധാരി, പൂർവ്വജന്മത്തിൽ നിന്നും പതിഞ്ഞതാണ്. മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട്, മീരയ്ക്ക് അസാധ്യമായിട്ടുള്ള ശ്രദ്ധയുണ്ട്. അതായത് കൃഷ്ണകഥകളും ഭഗവാന്റെ കാര്യങ്ങളോടൊക്കെ വളരെ ശ്രദ്ധാലുവാണ് മീര. അങ്ങനെ വലുതാവാൻ തുടങ്ങി, സംസാരിക്കാനൊക്കെ തുടങ്ങി. കുട്ടി കുറച്ച് വലുതായി, അതായത് സംശയങ്ങളൊക്കെ ചോദിക്കാൻ തക്കമുള്ള ഒരു ഏജ്, ഒരു സേഫ് ഫോർ ഒരു 7-8 വയസ്സൊക്കെ ആയിരുന്നു, 7 വയസ്സൊക്കെ ആയിരുന്നു വിചാരിക്കുക, 8 വയസ്സൊക്കെ. അങ്ങനെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി, കഥകളും കൃഷ്ണനെക്കുറിച്ചും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കാര്യങ്ങളും ലീലകളൊക്കെ ഇങ്ങനെ മുത്തശ്ശനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു മീര. മുത്തശ്ശനാണെങ്കിൽ സദാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ചില സമയത്ത് മീര കഥ പറയുമ്പോൾ 7 ദിവസം ഗോവർദ്ധന ഉയർത്തിപ്പിടിച്ചു, കൈ വേദനിച്ചിട്ടുണ്ടാവില്ലേ മുത്തശ്ശ, പാവം ഗിരിധാരിക്ക് എന്ന് പറഞ്ഞ് കരയുന്നു മീര. മുത്തശ്ശൻ നോക്കുമ്പോൾ എന്തിനാ മീര നീ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ മുത്തശ്ശന് മനസ്സിലായി, ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഭക്തയാണ് വന്നിരിക്കുന്നത് വീട്ടിൽ. ഭാവം എല്ലാം മനസ്സിലാവുന്നു. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും. ഭക്തി സദാ നിറഞ്ഞിരിക്കുന്ന മീര. കൃഷ്ണകഥകൾ സദാ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞും കേട്ടും ഇരിക്കുന്ന സമയം. അങ്ങോട്ട് തിരിച്ചും ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മീരാബായും മുത്തശ്ശനും തമ്മിൽ വളരെ ഒരു ബോണ്ടിങ് ഉണ്ട്. കൃഷ്ണ വൈഷ്ണവരാണല്ലോ, സജ്ജനം. അവർ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഭഗവാനാണ്, ഭക്തിയാണുള്ളത്. ആൻഡ് ഇവർ സദാ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞ്, സാധുബാബ അവിടെ സന്യാസിമാരൊക്കെ വരും പാലസിൽ, ആശ്രമത്തിൽ. അവിടെ മീരാബായിനെ കൊണ്ടുപോകും, എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കും. എല്ലാവരുമായിട്ടും മീരാബായി കൃഷ്ണനെ കണക്ട് ചെയ്ത് മീരാബായിക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മീരാബായിയുടെ മുത്തശ്ശൻ പറയുന്നു, നമുക്കൊരു യാത്ര പോവാം എന്ന് പറയാണ്. എവിടേക്കാണ് യാത്ര പോകുന്നത്? തീർത്ഥാടനം,
അപ്പോൾ എന്തിനാണെന്നൊക്കെ മീരാബായി ചോദിക്കുന്നു. എന്തിനാണ് നമ്മൾ യാത്ര പോകുന്നത്, യാത്ര പോകുമ്പോൾ ഏത് അമ്പലത്തിലേക്കാണ്. നമുക്കിവിടെ ചതുർഭുജനാഥനില്ലേ, നമുക്കിപ്പോഴും കാണാം കേട്ടോ മേഡത്തയിൽ ചതുർഭുജനാഥ് ടെമ്പിൾ. ആൻഡ് അല്ല, നമ്മൾ പോകണം, ഭഗവാനെയും ഭക്തരെയും കുറിച്ച് അറിയണം, പല പല സ്ഥലത്ത് ഭഗവാന്റെ ലീലകളും ഭക്തരുടെ മഹിമയും ക്ഷേത്ര മഹിമയൊക്കെ അറിയണം എന്നൊക്കെ മീരാബായിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഡാക്കൂർ ദ്വാരക എന്നുള്ള സ്ഥലത്ത് ദ്വാരകാധീശൻ്റെ ലീലയും മീരയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം മീരയ്ക്ക് ദ്വാരകാധീശൻ, ദ്വാരക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. നമുക്കറിയാം ആണ്ടാളമ്മയുടെ കഥയിൽ രംഗനാഥൻ എന്ന് പറയുമ്പോൾ ആണ്ടാളമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന ഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതേപോലെ മീരയ്ക്ക് ദ്വാരകാധീശെന്നും ദ്വാരക എന്നൊക്കെ പറയുമ്പോൾ മീരയുടെ മനസ്സിൽ വളരെ സന്തോഷം. മുത്തശ്ശനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മീരയ്ക്ക് അസാധ്യമായിട്ടുള്ള ഭക്തി വൈഭവവും ഭക്തിയോടുള്ള താല്പര്യവും ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ ഇതൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കുക. അങ്ങനെ മുത്തശ്ശൻ്റെ മോഹം മീരേനെയും കൂട്ടിയിട്ട് പോകണം. മീരേനെ കൂട്ടി പോകണമെങ്കിൽ അവിടെ ആര് വന്നിട്ടുണ്ടാവണം? മീരയുടെ അമ്മ വന്നിട്ടുണ്ടാവണം, അച്ഛനും ഉണ്ടാവണം. അങ്ങനെ മുത്തശ്ശൻ ഇത് മകനോട് പറയണം, രത്തൻ സിംഗിനോട് നമുക്ക് യാത്ര പോകണം, എനിക്ക് മീര കൂടെ വരണം എന്ന് മോഹമുണ്ട്. മീര കൂടെ വരണമെങ്കിൽ എന്തായാലും ജാലിബായും വേണം, രത്തൻ സിംഗും വേണം. നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക, നമുക്ക് ഒരുമിച്ച് പോവാം. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരുക്കണമല്ലോ. ബിക്കോസ് ദേ ആർ റോയൽ അല്ലേ, രാജസ്ഥാനിലെ റോയൽ കിങ്സ്. അവർ ഫാമിലി പാലസ് എന്നൊക്കെ ഈ എന്താ പരിവാരങ്ങളൊക്കെ വേണം, പല്ലക്കൊക്കെ വേണം, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ, ഭക്ഷണം കാര്യങ്ങളെല്ലാം ഒരുക്കണമല്ലോ യാത്രയിൽ. അങ്ങനെ അതിനൊക്കെ തീരുമാനിക്കുന്നു. മകൻ പറയുന്നു, അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാം, മീരേനെയും കൂട്ടാം എന്ന് പറഞ്ഞ് മീരാബായിയോട് ഇത് പറയണം മുത്തശ്ശൻ, നമുക്ക് പോവാം ഡാക്കൂർ ദ്വാരകയിലേക്ക്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും, അവരെല്ലാവരും പറഞ്ഞോ പോവാം. പോവാം, എനിക്ക് അവിടുത്തെ മഹിമ പറഞ്ഞു തരൂ, മുത്തശ്ശനോട് ചോദിക്കുക. ഡാക്കൂർ ദ്വാരക, ഞാൻ വിചാരിച്ചു ഡാക്കൂർ ദ്വാരകയെ കുറിച്ച് പറയേണ്ട, നേരെ മീരാബായി സ്റ്റോറിയിലേക്ക് പോവാം എന്നാണ് വിചാരിച്ചത്, മീരാബായിയുടെ നെക്സ്റ്റ് സ്റ്റേജസ് പറയാമെന്ന്. പക്ഷെ വേണ്ട, ആ മഹിമയിൽ കൂടെ നമുക്കും ഇങ്ങനെ പോവാം, മീരാബായിയുടെ ഒപ്പം സഞ്ചരിക്കാം. നോക്കൂ, നമ്മളിങ്ങനെ 2 ദിവസം മുന്നേ ഞാൻ കമൻസിൽ നോക്കുന്ന എല്ലാ കമൻസും ഞാൻ വായിക്കും കേട്ടോ. നിങ്ങളുടെ വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യം, എല്ലാവർക്കും സന്തോഷം, എല്ലാവരും എല്ലാം കേൾക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങൾക്ക് ഉള്ളിലുള്ള സ്നേഹമാണ് ഭഗവാനോട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. ബിഹാരിജിയുടെ കൃപ അതിൽ പറഞ്ഞു, നമ്മൾ കാണുന്നത് പോലെ കഥ കേൾക്കുമ്പോൾ സന്തോഷം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യണം. ഭഗവാൻ മീരാബായിയുടെ ഒപ്പം നമ്മൾ ഈ കഥ പറയുമ്പോൾ നമുക്ക് ഇയേഴ്സ് ബാക്ക് നമ്മൾ ശ്രീരാമസ്വാമിയുടെ കഥ പറയും, നമ്മൾ രാമൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ ദ്വാപരയുഗത്തിലെ കഥ പറഞ്ഞു, കഥകൾ പറഞ്ഞു. ഇപ്പോൾ കലിയുഗത്തിൽ മീരാബായി 500 years 500 വർഷങ്ങൾക്ക് മുന്നുള്ള മീരാബായിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് നമ്മളും മീരാബായിയുടെ ഒപ്പം യാത്ര ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പറയാം, ഡാക്കൂർ ദ്വാരക. ഡാക്കൂർ ദ്വാരകയുടെ മഹിമയാണ് മീരാബായി ചോദിക്കുന്നത് മുത്തശ്ശൻ്റെ അടുത്ത്. അപ്പോൾ ഇനി മഹിമ പറയാൻ കേട്ടോ. മുത്തശ്ശൻ മീരാബായിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഡാക്കൂർ ദ്വാരക. 2 ഭക്തർ, അതായത് ബോധന എന്ന് പറഞ്ഞ, ബോധന എന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്, വേറൊരു പ്രൊനൗൺസിയേഷനും പറയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ആൻഡ് അവരുടെ വൈഫ് യശോദ, നന്ദഗോപരെ പോലെ ആ വയസ്സായവർ കൃഷ്ണനെ ഭക്തി ചെയ്യുന്നു. ദ്വാരകാധീശനെയാണ് കേട്ടോ അവർ ഭക്തി ചെയ്യുന്നത്. ഇവരുടെ സ്ഥലം എവിടെയാണ്? ഡാക്കൂറിൽ. ഇവർ ഭക്തി ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠതയോടുകൂടി, അതായത് കുട്ടിയായിട്ടുള്ള കൃഷ്ണനെ, പക്ഷേ ദ്വാരകാധീശനെയാണ് അവർ ഭക്തി ചെയ്യുന്നത്. പക്ഷേ ഇതാണ് ഭാവം അവർക്ക്. ആൻഡ് ഇവരെല്ലാ ഏകാദശികളിലും പോവാണ് ദ്വാരകാധീശനെ കാണാൻ. ഭയങ്കര ഭക്തി ഭഗവാനോട്. വയസ്സായി, പ്രായമായപ്പോൾ ബോധന പറയാണ്, അവിടെ എത്തി ബോധന പറഞ്ഞ ആളും ആളുടെ വൈഫും പ്രായമായപ്പോൾ പറഞ്ഞു, ഒരു ഏകാദശിയിൽ ഭഗവാന്റെ അടുത്ത് പോയി, ദ്വാരകാധീശൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ദ്വാരകാധീശ, ഇനി എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ ശരീരം കൊണ്ട്, ഇതൊക്കെ ആര് പറയണ? മുത്തശ്ശൻ മീരാബായിയോട് മഹിമ പറയാനായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ, അവർ പോകാൻ പോകുന്ന ദ്വാരകാധീശ് ക്ഷേത്രത്തിൻ്റെ ഡാക്കൂർ ദ്വാരകയുടെ മഹിമ. അപ്പോൾ ഡാക്കൂർ ദ്വാരകയുടെ മഹിമ പറയുന്നത് എന്തിൽ കൂടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് മീരാബായിക്ക്. അപ്പോൾ ദ്വാരകാധീശൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ 2 പേര്, ഈ പ്രായമായ ഈ ബോധനയും വൈഫും നിൽക്കുകയാണ്.
ബോധന എന്നും പറയുന്നുണ്ട്. ആൾ വന്ന് വയസ്സായ ആൾ ദ്വാരകാധീശൻ്റെ അടുത്ത് പറയാണ്, ഇനി എനിക്ക് വയ്യ, എന്നും വരാൻ എല്ലാ ഏകാദശികളിലും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തുളസിയിലേക്ക് കൊണ്ടാ ഭഗവാന് വരിക കേട്ടോ വരുമ്പോൾ, കാരണം പ്രായം കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി മാസത്തിലോ ഒക്കെ ആയിരിക്കും ഞാൻ വരിക. എല്ലാ ദിവസവും വന്നിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇനി വരവ് കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞ് ദ്വാരകാധീശൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആളവിടെ സ്റ്റേ ചെയ്യാറുമുണ്ട്, കാരണം അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ സ്വപ്ന ദർശനം വഴിയോ അല്ലാതെയോ ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്. ആർക്ക്? ബോധനയ്ക്ക്. ബോധനയോട് പറയുന്നു, എന്താ പറഞ്ഞത്, ഇനി വരില്ല എന്നോ, വരാൻ പറ്റില്ല എന്നോ, വയ്യായിക കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതായത് ദ്വാരകാധീശൻ പറയുന്നു, വിഷമിക്കണ്ട, ഞാൻ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഇനി അവിടെ നിൽക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത മാസം ഏകാദശിക്ക്, കാർത്തിക ഏകാദശിയാണെന്ന് തോന്നുന്നു, ഈ ഏകാദശിക്ക് വരുന്ന സമയത്ത് അവിടുന്ന് വണ്ടി കൊണ്ട്, കാളവണ്ടിയിൽ അതും കൊണ്ടുവരിക. അപ്പം ഞാൻ ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് രാത്രി പോവാം. അതായത് ശയനാരത്തി കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങും. ആരാ പറയണത്? നമ്മുടെ ദ്വാരകാധീശ, നമ്മുടെ കൃഷ്ണൻ പ്ലാൻ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. പാവബോധനയ്ക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് പോവാം ഒരുമിച്ച്, എന്നെ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയാൽ മതി, വിഷമിക്കണ്ട, ഇനി വരാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ട് വേണ്ട, ഞാൻ വരാം. ഇതാണ് കേട്ടോ ഭഗവാന്റെ ഭാവം. ഭഗവാൻ നമ്മൾ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ ഭക്തിയിൽ അലിഞ്ഞു പോകുന്ന ഭഗവാൻ നമ്മുടെ കൂടെ വരും. ഇനിയും ഇങ്ങനെയൊക്കെ നടക്കാം. എല്ലാ അത്ഭുതം വന്നിട്ടില്ലേ? ബിഹാരിജി വന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ പറഞ്ഞു അല്ലേ, ഭക്തരുടെ അടുത്ത് ഭക്തർ വന്ന് വിളിച്ചപ്പോൾ പോയി. ഭഗവാൻ അത്രയും ഇന്നസെൻറ്റ് പ്രേമത്തിൽ അലിഞ്ഞു പോകുന്ന കൃഷ്ണനാണ്. അങ്ങനെ വിളിച്ച ഭഗവാൻ വരും. ഭഗവാൻ വരാതെ, ഭഗവാൻ ഭക്തരെ കാണാതിരിക്കാൻ പറ്റില്ല. ഭഗവാൻ അയ്യോ ഒരു ഭക്തൻ വരുന്നില്ല, എനിക്ക് തുളസിയിലയും കൊണ്ട് ആത്മാർത്ഥമായി വരുന്നു, ഇനി വരില്ല പറഞ്ഞപ്പോൾ ഭഗവാനൊരു സങ്കടം, ഞാൻ വരാം കൂടെ. ഇനിയുമുണ്ട്. ഞാൻ പറഞ്ഞു 3 ക്ഷേത്രങ്ങൾ ജയ്പൂരിൽ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദദേവ്, രാധാ ഗോപിനാഥ്. അതിൽ രാധാ മദൻ മോഹൻ ജയ്പൂർ അല്ല, കരോളി രാജസ്ഥാനിലാണ്. അതായത് ഇവർ 3 പേരും ജയ്പൂരിലായിരുന്നു. വൃന്ദാവനത്തിൽ നിന്ന് വന്ന കൃഷ്ണന്മാരാന്ന് ഞാൻ പറഞ്ഞു. വജ്രനാമ പ്രതിഷ്ഠ നടത്തി ഭഗവാന്റെ കൊച്ചുമകൻ, ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ രൂപം എങ്ങനെയിരിക്കും. ഇവർ 3 പേരുടെയും ദർശനം വളരെ ശ്രേഷ്ഠതയുള്ള ദർശനമാണ് കേട്ടോ ഭഗവാന്റെ. ഒരു ചോട്ടാ വൃന്ദാവനം തന്നെ ഉണ്ട് കേട്ടോ ഇത്. ഇവിടെ ജയ്പൂർ ഈ ക്ഷേത്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലവരൊക്കെ ഇവിടെ തന്നെ നിൽക്കുക, വൃന്ദാവനത്തിലെ വ്രജവാസികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ബിക്കോസ് അവർക്ക് ഈ മദൻ മോഹനെയും ഗോപിനാഥിനെയും ഗോവിന്ദദേവിനെയും ഒന്നും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു രാജാവ് ഈ മദൻ മോഹൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു എന്നറിയോ? ഇതേപോലെ രാജാവിന്, കരോളിന്ന രാജാവ് വരുന്ന രാജസ്ഥാനിൽ നിന്ന്, ഇതേപോലെ രാജാവ് മോഹിച്ചപ്പോൾ രാജാവിൻ്റെ കൂടെ പോയി. അങ്ങനെ കരൗളിയിലേക്ക് സ്ഥലം മാറി. ജയ്പൂരിലിരുന്ന മദൻ മോഹനാണ് കരൗളിയിലേക്ക് പോയ, രാജസ്ഥാനിലേക്ക് കരൗളിയും പോയി. അതായത് 2 പേര് ജയ്പൂരിലും ഒരാൾ കരൗളിയിലും ഒപ്പം ഇരിക്കുന്നത്. 3 പേരും ഒരുമിച്ചായിരുന്നു. ഒരാൾ രാജാവിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്ക് പോയി. മനസ്സിലാക്കാട്ടോ നമ്മുടെ കൃഷ്ണൻ, ആ പാവ രാജാവ് എന്നെ മോഹിക്കുന്നു, ഇതാ പോയി. ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഭഗവാനാണ് കേട്ടോ. ഭക്തവാത്സല്യം, ഭക്തൻ്റെ ദാസൻ. നമ്മൾ പറഞ്ഞില്ലേ, ആര് മോഹിക്കുന്നു അവരുടെ ഒപ്പം. പരിശുദ്ധ പ്രേമ ഭക്തിയിൽ ഭഗവാൻ വീണുപോകും. ഭഗവാൻ അവരുടെ ഭക്തി കണ്ടില്ല, അത് നടിക്കാൻ പറ്റില്ല, അങ്ങനെ പോവും ഭഗവാൻ. അങ്ങനെ ഇതേപോലെയാണ് മീരാബായി രാജസ്ഥാനിലെ ശ്രീനാഥ്ജി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭഗവാൻ ശ്രീനാഥ്ജി എപ്പോഴാണ് രാജസ്ഥാനിലേക്ക് വന്നത്? മീരാബായി വന്നതിന് ശേഷമാണ് നമ്മുടെ ഗിരിധാരി വരുന്നത് ശ്രീനാഥ്ജി രാജസ്ഥാനിലേക്ക്. ബിക്കോസ് ഭഗവാന് ഭക്തരില്ലാതെ പറ്റില്ല. മീരാബായിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥ നിർത്തിയത് എവിടെയായിരുന്നു? ദ്വാരകാധീശൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഓർമ്മ വന്നു, അപ്പോൾ പറഞ്ഞതാണ്. ദ്വാരകാധീശൻ പറഞ്ഞു ബോധനയോട്, എന്ത്? മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക മീരയോട്. മീര ബോധനയോട് പറയുകയാണ് കേട്ടോ, ദ്വാരകാധീശൻ രാത്രി നമുക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ വരാം. അങ്ങനെ അടുത്ത മാസത്തെ ഏകാദശിയായി, അതായത് കാർത്തിക ഏകാദശി സമയത്ത് ബോധന ചെന്ന് വീട്ടിലെ ഭാര്യയോട്, വൈഫിനോട് പറഞ്ഞു, നോക്കൂ ദ്വാരകാധീശൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവരിക, നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരാം, ഇനി ബുദ്ധിമുട്ടണ്ട. ആണോ? ഭഗവാൻ അങ്ങനെ പറഞ്ഞോ? സന്തോഷമായി കേട്ടോ.
അങ്ങനെ 2 പേരും കൂടി വരുന്നു എന്നും പറയുന്നു. അറ്റ് ദ സെയിം ടൈം ബോധന ഒറ്റയ്ക്കാണ് വരുന്നതെന്നും പറയുന്നുണ്ട്. എങ്ങനെ ഇരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ കഥയിൽ ഗുരുജി ഗോപാൽ വല്ലിദാസർ ആചാര്യൻ പറയുന്നത് ബോധന മാത്രമാണ്, അതായത് വൈഫ് വന്നിട്ടില്ല, വൈഫ് വീട്ടിലാണ്, ഹസ്ബൻഡ് മാത്രം കാർത്തിക ഏകാദശിയുടെ അന്ന് ദ്വാരകാധീശൻ്റെ അടുത്തേക്ക് വരുന്നു. ഇങ്ങനെ കാളവണ്ടിയൊക്കെ ആയിട്ട്, ബിക്കോസ് അവരിന്ന് രാത്രി പോവാണ്. ആൻഡ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞിരുന്നു ഉറങ്ങിപ്പോകരുത്, രാത്രി നമുക്ക് പോകേണ്ടതാണ്. ഇങ്ങനെ ദർശനമൊക്കെ എടുത്ത് ബോധന അവിടെ രാത്രി വിശ്രമിക്കുക, രാത്രിയാണല്ലോ ഈ പ്ലാൻ. അങ്ങനെ രാത്രി കിടന്നു. പാവം ബോധന ഉറങ്ങിപ്പോയി, വയസ്സായല്ലോ. ദ്വാരകാധീശൻ എല്ലാവരും ഉറങ്ങിയോന്ന് ഉറപ്പ് വരുത്തി ശയനാരത്തിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബോധനനെ നോക്കാം, എവിടെ പോകണ്ടേ? നോക്കുമ്പോൾ ബോധന നല്ല ഉറക്കം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവിടെ പല ആൾക്കാരും കിടന്നുറങ്ങുന്നുണ്ട്. ബിക്കോസ് അന്നത്തെ നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉത്സവം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ശയിക്കും, അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബിക്കോസ് ദൂരെ നിന്ന് വരുന്നവരല്ലേ. അങ്ങനെ ഈ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത് ഭക്തരുടെ. നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ ഇത്. ഭഗവാൻ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദ്വാരകാധീശൻ. എന്നിട്ട് ആ പല ആൾക്കാരോടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഭഗവാൻ പോകുന്നു. ചിലവർ കണ്ടു ഭഗവാന്, അയ്യോ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവർ ഉറക്കത്തിലാന്ന് വിചാരിച്ചു. ചിലർ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ബോധനയുടെ അടുത്ത് പോയി തട്ടി വിളിക്കുന്നു, എണീക്ക്. അപ്പം ബോധന ഉറക്കത്തിലേ നോക്കുമ്പോൾ ദ്വാരകാധീശൻ. എങ്ങനെ ദ്വാരകാധീശനാക്കാം? അല്ല, നേത്രങ്ങളും സർവാഭരണ ഭൂഷിതനായി ഭഗവാന്റെ ചെന്താമര കണ്ണും മൂക്കും ഭഗവാന്റെ തൃപ്പാദങ്ങളും കൈകളൊക്കെ കണ്ട ബോധനതാ ഭഗവാൻ. പറഞ്ഞില്ലേ ഉറങ്ങരുതെന്ന്, പോകേണ്ടതല്ലേ ഇന്ന് രാത്രി, എന്താ ഉറങ്ങിപ്പോയോ? മനസ്സിലാക്കുക, നമ്മൾ ഉറങ്ങിപ്പോയാലും നമ്മളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വരുന്നുണ്ടെങ്കിൽ തട്ടി വിളിച്ച് നമുക്ക് അനുഗ്രഹം തരും. നമ്മൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ, നമ്മൾ എന്ത് സിറ്റുവേഷനിലായിക്കോട്ടെ, നമ്മൾ പല അവസ്ഥയിൽ പെട്ടുപോയി നമുക്ക് അനുഗ്രഹിക്കാൻ ഇറങ്ങി വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ കേട്ടോ. ഭഗവാന്റെ ഭക്തരല്ലേ നമ്മൾ. ഭഗവാൻ അത്ര കണ്ട് പരിശുദ്ധമായിട്ട് സ്നേഹിക്കുന്നു. ബോധനയുടെ ഭക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രീകോവിലിൽ നിന്നും ഭഗവാൻ ഇറങ്ങി വന്ന് ഇങ്ങനൊരു ഭക്തനെ തട്ടി ഉണർത്തി ദർശനം കൊടുത്ത് പോവാമെന്ന് പറയണ്ടെങ്കിൽ എത്ര പരിശുദ്ധ ഭക്തനാണത്. അങ്ങനെ എണീക്കുന്നു, വാ നമുക്ക് പോണ്ടേ. ആള് കണ്ട അത്ഭുതത്തിൽ നിൽക്കുക. ഞാൻ പറഞ്ഞതല്ലേ ഉറങ്ങരുതെന്ന്. അങ്ങനെ നിൽക്കുക. ഭഗവാൻ പറഞ്ഞു, വേഗം എന്നെ പിടിച്ച് കൊണ്ടുപോ എന്ന് പറയുന്നു ഭഗവാൻ. കൈ പിടിക്കുകയാണ് ഭഗവാനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഭഗവാൻ പറയുന്നു, വാ വരൂ എന്ന് പറയുന്നു ബോധന. ഇങ്ങനെയാണോ? ഞാൻ അർച്ചന വിഗ്രഹമായി മാറാമിപ്പോൾ, അങ്ങനെ എന്നെ എടുത്തോണ്ട് പോകണം, ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ, എന്നെ എടുത്തോണ്ട് പോകണം. ഭഗവാൻ വാശി പിടിക്കാം. ബോധന ചോദിക്കുക, എടുത്തോണ്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക? ഇത്ര വെയിറ്റ് ഉണ്ട് ഭഗവാന്, നീ എടുത്തു നോക്ക്, അപ്പോഴല്ലേ അറിയുള്ളൂ, അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ മതി. ഭഗവാൻ എന്ത് പറയുന്നു അതിൽ ആനന്ദമാണ് ഇതൊക്കെ, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ഭഗവാനെ എടുക്കാൻ നോക്കുമ്പോൾ ബോധനയ്ക്ക് എടുക്കാൻ പാകത്തിനുള്ള വെയിറ്റിലായി മാറുന്നു ഭഗവാൻ. അങ്ങനെ എടുത്തുകൊണ്ട് ഭഗവാനെ ആ കാളവണ്ടിയിൽ കൊണ്ടുപോയി വെക്കുന്നു. ആൻഡ് ബോധന അത് ഓടിച്ച് 2 പേരും കൂടെ പോവാണ്. ആൻഡ് ഭഗവാൻ പറയുന്നു, ആലോചിക്കട്ടെ എന്തൊരു ഭാഗ്യമാണല്ലേ. ഭഗവാനെ എടുത്ത് കൊണ്ടുപോയി ഭഗവാൻ ആവശ്യപ്പെടുന്നു, എന്നെ ഇത് ചെയ്യൂ. അതിനു വേണ്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തർക്കും ഭഗവാൻ അനുഭവം തരും അല്ലേ. എങ്ങനെയാണ് അനുഭവം തരിക? അവരവരുടെ കപ്പാസിറ്റിക്ക് താങ്ങാൻ പറ്റുന്ന അനുഭവങ്ങളാണ് ഭഗവാൻ തരുന്നത്. നമ്മളെ അതിന് പാകപ്പെടുത്തും ഭഗവാൻ. നമ്മളെ അതിൻ്റെ ആ ഫെസിലിറ്റീസിലേക്ക് എത്തിക്കുകയാണ് ഭഗവാൻ. ആ രീതിയിൽ നമ്മളെ സുഖപ്പെടുത്തി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന പോലെ അങ്ങനെ ആക്കി മാറ്റും നമുക്ക്. അങ്ങനത്തെ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും. അതാ പറഞ്ഞത്, യുണീക്കാണ് എല്ലാവർക്കും ഭഗവാൻ. അവരവർക്ക് ഉള്ള രീതിയിൽ അവരവരുടെ യോഗ്യത അനുസരിച്ചിട്ടാണ് ഭഗവാൻ നമുക്ക് അനുഭവങ്ങൾ തരുന്നത്. നമ്മളുടെ ഭക്തിയും നമ്മുടെ സമർപ്പണവും എല്ലാം അനുസരിച്ച് അതാ ലൈറ്റ് വെയിറ്റ് ആയി തന്നു ഭഗവാൻ. ആൻഡ് കാളവണ്ടിയിൽ കയറി പറയാം, വേഗം പോവാ. ഭഗവാൻ പറയാ, കാളവണ്ടിയാണ് കേട്ടോ, നമുക്ക് വേഗം പോകണം. അങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാൻ ബോധനയോട് ഓരോ വിശേഷങ്ങളും. എന്നാലും നമുക്ക് നേരം വെളുക്കുന്നതിന് മുന്നേ അവിടെ എത്തണം, അല്ലെങ്കിൽ വളരെ കുഴപ്പമുണ്ട്. കാരണം എന്താ, നിന്നെ എല്ലാവരും പിടിക്കാൻ വരും എന്നെ മോഷ്ടിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ ബോധന ചോദിക്കും, മോഷ്ടിക്കേ, പിന്നെ നീ എന്നെ എങ്ങനെയാണ് കൊണ്ടുപോയത്?
ഭഗവാനെ അവിടുന്ന് എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, എന്നോട് ഇങ്ങോട്ടല്ലേ പറഞ്ഞത് ഞാൻ വരാം, എന്നെ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ. അതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഇവിടെ ലോകം അതൊന്നും വിശ്വസിക്കില്ല. അവരെ സംബന്ധിച്ച് ഞാൻ അർച്ചന വിഗ്രഹം, ആ ഭഗവാനെ കൊണ്ടുപോയി നീ, ഇത്രേ പറയുള്ളൂ. അതുകൊണ്ട് വേഗം പൊയ്ക്കോ, ഞാൻ പറയുന്നത് പോലെ വേഗം അനുസരിച്ച് വേഗം വേഗം പൊയ്ക്കോളൂ. മുത്തശ്ശൻ പറയുന്ന കഥ മീരാബായി ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ. ഡാക്കൂർ ദ്വാരകയുടെ മഹിമ. ദ്വാരകാധീശൻ കാളവണ്ടിയിലിരിക്കുന്നു, ബോധന ഓടിക്കുന്നു. കുറേ കുശലമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴും ചോദിക്കുക പാവം ബോധന, അല്ല എന്നെ അങ്ങനെ കൊണ്ടുപോകും, ഞാൻ മോഷ്ടിച്ചു എന്ന് പറയോ? നീ വേഗം വണ്ടി ഓടിക്കണം, വേഗം പോകണം, കാരണം അല്ലെങ്കിൽ പറയും, കാരണം അവിടെ എത്തിയില്ലെങ്കിൽ നീ എന്നെ കൊണ്ടുപോയി എന്നല്ലേ പറയുള്ളൂ, നീ അല്ലാതെ ഞാൻ നിൻ്റെ കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? പാവം ബോധനയ്ക്ക് ആകെ ടെൻഷനുമായി. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്നതൊക്കെ കേട്ട് അതേപോലെ പോയാൽ മതി. കുറേ കഴിയുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ പീതാംബരൊക്കെ കൊടുത്ത് ഓരോ എന്താ പറയുക ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സർവാഭരണ ഭൂഷിതനായ കാലകളൊക്കെ പറഞ്ഞ് എല്ലാം കേൾക്കുന്ന ശബ്ദങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ആളെവിടെ പോയി? കുറേ നേരമായി ഒന്നും അനക്കില്ല. നോക്കുമ്പോൾ പിന്നിലില്ല. അയ്യോ ഇതെവിടെ പോയി ഭഗവാനെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബോധന എന്ന് പറഞ്ഞൊരു വിളി. അതായത് അവിടെ ഒരു ആര്യവേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഇങ്ങനെ ഒഴുകി കളിക്കുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ ചാഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ബോധന ചോദിക്കുന്നു, എന്താ ഇത് ഭഗവാനെ? നോക്കൂ, ഞാൻ പെട്ടെന്ന് പണ്ടത്തെ കാലമൊക്കെ ഓർത്തു പോയി എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ രാത്രിയിൽ ഈ മിഡ് നൈറ്റിൽ ഓരോ ലീല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു ഭഗവാൻ ഈ സമയമില്ലാത്തടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇല്ല, എല്ലാത്തിൻ്റെ ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ പിന്നിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും വെറുതെ ചെയ്യുന്നതല്ല. ആൻഡ് ഇവിടെ കളിക്കാൻ കേട്ടോ. ഇങ്ങനെ ഭഗവാന്റെ വേഗം വരൂ, ഞാനിനി എങ്ങനെ വരിക, നീ തിരിച്ചു വാ, തിരിച്ചു വന്നിട്ട് എന്നെ എടുക്കാൻ പറയും. അങ്ങനെ ആ കാളവണ്ടി തിരിച്ചു വന്ന് ഭഗവാനെ എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഈ സമയമില്ല, നോക്ക് വേഗം പോയി, നീ സമയമില്ല, ഒരു കാര്യം ചെയ്തു, നീ റെസ്റ്റ് ചെയ്തോ, നീ കുറച്ച് നേരം ഇവിടെ ഇരുന്നോളാൻ പറയും. നമുക്കിവിടെ കുറച്ച് നേരം, ഇത്രയും നേരം ഈ ലീലകളൊക്കെ നടക്കുന്നു, പാവം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് പറയും. ശരി, ബോധന അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ അനങ്ങുന്നു. ഇതെങ്ങനെയാണ് അനങ്ങുന്നത്? ഇനി തനിയെ പോകുന്നതാണോ? നോക്കുമ്പോൾ ആരാ? ദ്വാരകാധീശൻ വണ്ടി ഓടിക്കുന്നു. കാളവണ്ടി പോകുന്നു. ബോധന പറയും, വേണ്ട ഭഗവാനെ, ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, നീ കുറേ നേരമായി, നിനക്ക് വയ്യാതെ ആവില്ലേ, ഇനി ഞാൻ ചെയ്തോളാം. അങ്ങനെ ഭഗവാൻ ഓടിക്കുന്നു, ബോധന പിന്നിലിരിക്കുന്നു. നേരം വെളുക്കാറായി. കുറേ കഴിഞ്ഞു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ അവർ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഈ ഭഗവാൻ എന്തിനീ ഈ ആര്യവേപ്പിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചാടിക്കളിച്ചത്, അവിടെ പിടിച്ച് കളിച്ചതെന്ന്. ഭഗവാന് ഭക്തൻ്റെ മഹിമ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അല്ലേ. ഭഗവാൻ ആ പിടിച്ച ആര്യവേപ്പ്, അതായത് അനീം ഡാക്കൂർ ദ്വാരകയുടെ അടുത്തുള്ള ഗോമതി നദിയുടെ ഗോമതി തലാബ് എന്നാണ് പറയണത്. അവിടെ അടുത്തുള്ള ആര്യവേപ്പ്, അവിടുത്തെ ആര്യവേപ്പ് കൈക്കില്ല എന്നാണ് പറയണത്. ഭഗവാൻ പിടിച്ച ആ കുമ്പിലത്തെ ഇലകൾ, അതായത് ആ ഇലകൾ മാത്രം കയ്പില്ല. അത് എൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ ചെയ്ത ലീല. ആർക്ക് വേണ്ടി? ബോധനയ്ക്ക് വേണ്ടി. ബോധനയുടെ മഹിമ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ ചെയ്തതാണ്. ഭഗവാൻ ഒന്നും ഭഗവാന് വേണ്ടിയിട്ടല്ല, ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ പോയ വഴിയും വന്ന സ്ഥലവും ചെയ്ത ലീലകളൊക്കെ ഇപ്പോഴും നമുക്ക് പോകുമ്പോൾ കാണാം ഇത് കേട്ടോ. അങ്ങനെ ഇവർ പോകുന്നു, പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ദ്വാരകാധീശൻ പറയാൻ കേട്ടോ, എനിക്ക് വിശക്കുന്നു. അപ്പോൾ ബോധന പറയുന്നു, വിശക്കുന്നു, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്തും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പത്നിയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരും, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചാണകമൊക്കെ മെഴുകി കോലമൊക്കെ ഇട്ട് എന്താ ചരാതുകളൊക്കെ കത്തിച്ച് വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു. ഭഗവാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബോധന പറയും, വീട്ടിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം വിശക്കുന്നു, ദ്വാരകാധീശൻ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ ഇവിടെ രാത്രി വെളുക്കാറായി, നേരം ഇപ്പോൾ ബോധനയുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്, ആ ഗ്രാമം എത്തി. പറ്റില്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും വേണം. ദ്വാരകാധീശൻ ഇങ്ങനെ അടം പിടിച്ച് പറയുന്നു, ഇങ്ങനെ വാശി പിടിച്ച് പറയുക. ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണ് തരിക ദ്വാരകാധീശ എന്ന് ബോധന ചോദിക്കും. അപ്പോൾ പറയും,
നോക്ക്, ചക്കരയൊക്കെ ഇട്ട വെണ്ണ കാലത്ത് എനിക്ക് അവിടെ കിട്ടും. അറിയോ എത്ര വിഭവങ്ങളാണെന്നറിയോ കാലത്ത് എനിക്കുള്ളത്? വെണ്ണയും എനിക്ക് എന്തൊക്കെയാ കഴിക്കാൻ കൊണ്ടുതരാമെന്നറിയോ? ഇവിടെ എന്തായാലും ഭഗവാൻ ചോദിക്കും എന്തൊക്കെയാ എനിക്ക് തരാമെന്നറിയോ കാലത്ത്? അവിടുത്തെ പൂജാരിമാരെന്തൊക്കെ ആക്കി വരുമെന്നൊക്കെ ചോദിക്കും. പാവം ബോധന പറയും, വെണ്ണ വേണോ? ആ, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ഒരാളെല്ലാം ഭഗവാൻ പ്ലാനിങ് ആണ് കേട്ടോ, പ്ലാനിങ്ങിൻ്റെ ആളാണ് ഭഗവാൻ. ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വരുന്നു, ബോധനയുടെ ഗ്രാമം എത്തി. ബോധനയ്ക്ക് പരിചയമുള്ള ഒരാളാണ്. പറയും, അതെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഭഗവാനെ കാണാൻ പറ്റുമെന്നില്ല. അവിടെ ബോധനയ്ക്ക് കാണിക്കുന്ന ലീലയല്ലേ, പിന്നെ ഒരു അർച്ചനാ വിഗ്രഹമായിട്ട് മാറാം ഭഗവാൻ. ഇവിടെ ബോധന പറയും ആ ഗ്രാമവാസിയോട്, നോക്കൂ കുറച്ച് വെണ്ണ കൊണ്ട് വരാൻ വീട്ടിൽ പോയിട്ടൊന്ന് പറയണം. ഭാര്യയോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ വരുന്നു, കുറച്ച് വെണ്ണയിട്ട് ഇവിടേക്ക് വരാൻ പറയാം, ഈ സ്ഥലത്തോട്ടൊന്ന് വരണം എന്ന് പറയും. അപ്പോൾ ആൾ ചെന്ന് വീട്ടിൽ പോയി പറയും, കുറച്ച് വെണ്ണ ബോധന പറഞ്ഞു കൊണ്ട് ഈ സ്ഥലത്തേക്ക് വരണം എന്ന്. അവരുടെ ഗ്രാമം എത്തിയല്ലോ, ഡാക്കൂർ എത്തി. അങ്ങനെ ഭാര്യയ്ക്ക് മനസ്സിലായി ഭഗവാൻ പറഞ്ഞു അവിടെ വെണ്ണയൊക്കെ ഒരുക്കി വയ്ക്കണം. അപ്പോൾ ഭഗവാൻ വരുന്നുണ്ട് കൂടെ. ആൾക്കെല്ലാം മനസ്സിലായി. ആൾ വെണ്ണയൊക്കെ എടുത്ത് റെഡിയാക്കി ഓടി വരുന്നു. അവിടെ ക്ഷേത്രത്തിൻ്റെ നട തുറന്നു. ദ്വാരകയിൽ ദ്വാരകാധീശൻ്റെ ക്ഷേത്ര നട തുറക്കുമ്പോൾ വിഗ്രഹമില്ല. നേരം വെളുത്തു അവിടെ ക്ഷേത്ര നട, അതായത് പുലർച്ചെയുള്ള ആരത്തിക്ക് വേണ്ടി. പൂജാരിമാരൊക്കെ വിഷമിക്കുന്നു, ഭഗവാൻ ഇല്ല അമ്പലത്തിൽ. ഇവിടെ വെണ്ണയായിട്ട് ഒരാൾ ഓടി വരുന്നു. ബാക്കി നാളെ കുറച്ച് ക്യൂരിയോസിറ്റി ആവാം അല്ലേ. ഇനി എന്തുണ്ടായി? മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ മീരയ്ക്ക്. മീര ഇങ്ങനെയൊക്കെയാണ്. മീര ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുന്നു ഡാക്കൂർ ദ്വാരകയുടെ മഹിമ. നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീരയുടെ ഒപ്പം എവിടേക്കാണ് മീരാബായിയുടെ ഒപ്പം നമ്മളും ഡാക്കൂർ ദ്വാരകയിലേക്ക് പോകാൻ റെഡിയാവുന്നു. പോയിട്ടില്ല, പോകുന്നതിന് മുന്നേ മഹിമ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ മഹിമ കേട്ട് പോകുമ്പോൾ നല്ലതല്ലേ. അപ്പം നമുക്കതിൻ്റെ അനുഭവവും അവിടുത്തെ എല്ലാം കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. വളരെ നല്ലതാണ് കേട്ടോ. ബാക്കി നാളെ പറയാം. പിന്നെ ഭഗവാന്റെ മീരാബായിയുടെ ഈ ലീലയിൽ മാധവിയുടെ ഭക്തിയിലും നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സമർപ്പണം. മാധവി കാണിച്ച ഡെഡിക്കേഷനാണ് ഭക്തിയിൽ. ഇതാണ് ഈ ജന്മത്തിലെ മീരാബായിയുടെ ശ്രദ്ധ ഭക്തിയിൽ വന്നത്. നമുക്ക് ഈ പൂർവ്വജന്മ ക്യാരി ഫോർവേഡൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ഈ ജാതകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതും കൂടി ഒരു കാര്യം ഈ ഗുരുജി പറഞ്ഞതാണ് കേട്ടോ, ഈ ആചാര്യൻ. ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഇതിലൊന്നും പോവണ്ട. അതായത് പണ്ട് കാലത്ത് ജാതകമൊക്കെ എന്തിനാണ് നമ്മൾ നോക്കിയിരുന്നതെന്ന് നമുക്കറിയാം. 2 പർപ്പസിനായിരുന്നു. ഒന്ന്, ഒരു യാഗം നടത്തും. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ആ യാഗത്തിൽ അച്ഛനായിരിക്കും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മകനാണ് യാഗം നടത്തുക. അപ്പോൾ മകന് ഇത് കഴിയാതെ എണീക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കർമ്മങ്ങളും കാര്യങ്ങളും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ജാതകം നോക്കി. പിന്നെ നമുക്കറിയാം ജാതകം എഴുതിച്ചു ഇതേപോലെ ജനന സമയത്തൊക്കെ. അല്ലാതെ ഈ കാര്യങ്ങളിലൊന്നും കൂടുതൽ അങ്ങനെ നോക്കുക കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മൾ ഇതിലേക്ക് വിശ്വസിക്കുമ്പോൾ ഈ ആചാര്യൻ പ്രത്യേകിച്ച് പറയാണ്, എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക ഭഗവാനിലായിരിക്കണം നമ്മുടെ വിശ്വാസം കൂടുതൽ. ഞാനിതിൽ വിശ്വസിച്ച ഒരാളാണ് കേട്ടോ. ഓവറായിട്ടും ഞാൻ ബ്ലൈൻഡായിട്ടൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഇല്ല എന്നല്ല, ജ്യോതിഷം എല്ലാം ഒരു ശാസ്ത്രമാണ്, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എല്ലാമാണ്. പക്ഷെ ഓവറായിട്ട് ഇതൊരു അഡിക്ഷൻ പോലെ നമുക്ക് ഒരിക്കലും ആവരുത്. ക്യൂരിയോസിറ്റി അറിയാനായാലും എന്തുകൊണ്ടിത് എല്ലാം ഇപ്പോൾ പൂർവ്വജന്മ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ജാതകത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താ നടക്കുന്നത് ശരിക്കും ജാതകത്തിൽ ഇൻഡിക്കേഷനാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓരോ അപഹാരങ്ങൾ പറയുന്നു, ഗ്രഹദോഷ കാര്യങ്ങൾ പൂർവ്വജന്മത്തിലെയോ ഇതിൻ്റെയോ കാര്യങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടത് പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടുള്ള ഇൻഡിക്കേഷൻ. നമ്മൾ ഇന്ന പ്ലാനറ്ററി പൊസിഷനിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, അതിനെ വെച്ച് അലൈൻമെൻറ്റ്സ് ചെയ്ത് അത് നമുക്ക് സൂചിപ്പിച്ച് തരുന്നു. നോക്കൂ, ഇതൊന്നും അൾട്ടിമേറ്റ് അല്ല. എപ്പോഴും മനസ്സിലാക്കുക എന്താണ് അൾട്ടിമേറ്റ് ഭക്തി. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ എന്താ പറയുക, ഭഗവാൻ തന്നെ, ഞാൻ ആചാര്യന്മാരുടെ കാര്യം വിടട്ടെ, ഭഗവാൻ തന്നെ പറയുകയാണ്
നമ്മുടെ കർമ്മത്തിൻ്റെ, അതായത് നമ്മുടെ ജാതകത്തിൻ്റെ ബലം പോലും നമ്മുടെ ഭക്തി കൊണ്ട്, അതായത് ജാതകത്തിൽ എഴുതിയതും എല്ലാം നമ്മുടെ ഭക്തി കൊണ്ട് മാറ്റാൻ കഴിയും. ഇതെൻ്റെ വാക്കല്ല. എന്തൊക്കെ ആയിക്കോട്ടെ, എന്തൊക്കെ ബലങ്ങളും എന്തുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി, നിങ്ങളുടെ ഭക്തിയുടെ ബലം, ഭഗവാനിൽ അർപ്പിക്കുന്ന വിശ്വാസം, ഇത് എല്ലാത്തിനെയും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഇതൊന്നും വിശ്വസിക്കേണ്ട എന്നല്ല, വിശ്വസിക്കുക, ശാസ്ത്രം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുക. ഭഗവാനാണ് അൾട്ടിമേറ്റ്. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, എൻ്റെ ബിഹാരിജി കൂടെ ഉണ്ടെങ്കിൽ, ഭഗവാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഭഗവാന്റെ സംരക്ഷണത്തിൽ എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ ഭഗവാൻ തോന്നിപ്പിക്കുമെല്ലാം. എന്തൊക്കെ നടക്കാൻ പോകുന്നു, എന്തൊക്കെ ഫേസ് ചെയ്യുന്നു, അതിലെന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇതൊരു ഇൻ്റർമീഡിയറ്റ് അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നു. അവർക്ക് അൾട്ടിമേറ്റ്, ഇവിടെ പറഞ്ഞില്ലേ നമ്മളുടെ ദൂതാറാവ് ചോദിക്കുമ്പോൾ, ജോത്സ്യൻ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഇൻഡിക്കേഷൻ മാത്രമാണ്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പൂർവ്വജന്മം നോക്കൂ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ഇഫക്ട്സ് നമ്മൾ അനുഭവിക്കണം. അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഭക്തി കൊണ്ടും. അതിൻ്റേത് ഇഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. എപ്പോഴും ഇത് മനസ്സിൽ ആലോചിക്കുക കേട്ടോ. ഇപ്പം എൻ്റെ ജാതകം ബിഹാരിജിയുടെ ഫോട്ടോൻ്റെ ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ സറണ്ടർ ചെയ്തു ഭഗവാന്റെ അടുത്ത്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അവിടുത്തെ അറിയാണ്ട് ഒന്നും നടക്കില്ല ലൈഫിൽ അല്ലേ. ഭഗവാൻ നിശ്ചയിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. എന്ത് ലൈഫിലുണ്ടായാലും അത് ഭഗവാന്റെ പ്രസാദം, അവിടുന്ന് സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആ ബോധം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഞാൻ എന്താ പേടിക്കേണ്ട ആവശ്യം. ഞാൻ ഇതിലൊക്കെ കുറച്ച് ഓവറായി വിശ്വസിച്ചിരുന്നു ഒരു സമയത്ത്, ഇപ്പം ഇല്ല കേട്ടോ. വേണം, വിശ്വാസം വേണ്ടെന്നല്ല, ബട്ട് അന്ധമായ വിശ്വാസം ഭഗവാനിൽ, ഭക്തി, പ്രാർത്ഥന, ഇത് മിറാക്കിൾ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. ഇതിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും ശക്തി കൊണ്ട് എന്തും മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പിക്കുക മനസ്സിൽ. അതിൻ്റെ കുറേ എക്സാമ്പിൾസും ഉണ്ട്. വളരെ വലിയ ആചാര്യന്മാരും പറയുന്നതാ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് മനസ്സിലുണ്ടാവണം. ഭക്തിയുടെ നമ്മുടെ ഉള്ളിലെ തോന്നിപ്പിക്കും, ഇൻറ്റ്യൂഷൻ നമുക്ക് തരും ഭഗവാൻ. എന്ത് ചെയ്യണം, ചില സമയത്ത് നമുക്ക് തോന്നില്ലേ, ഈ അമ്പലത്തിൽ പോകണം, ഇവിടെ പ്രാർത്ഥിക്കണം, ഇവിടെ ഈ വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഹനുമാൻ ചാലിസ ജപിക്കണം. ഒരിടയ്ക്കുണ്ടല്ലോ എനിക്ക് എൻ്റെ മനസ്സിൽ സദാ തോന്നിക്കൊണ്ടിരുന്നതാണ് ഹനുമാൻ ചാലിസ്. ഒരു ഞാനിപ്പോൾ ആലോചിക്കും, 4 ടൈംസൊക്കെ ഞാൻ ജപിച്ചിട്ടുണ്ട് ഹനുമാൻ ചാലിസ്. ആരും ഉള്ളിൽ നിന്ന് എവിടെ നിന്നും പറഞ്ഞതൊന്നുമല്ല, നമുക്ക് തോന്നും ഉള്ളിൽ. അതാ നമ്മുടെ ഇന്നർ വോയിസ് ലിസൺ ചെയ്യണം. ഭഗവാൻ നമ്മളോട് പറയും. ചില സമയത്ത് ഭഗവാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും, ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറയും, വേണ്ട ചിലത് ചെയ്തോളാൻ പറയും. എല്ലാം ഭഗവാന്റെ. ഈ ചെയ്യണ്ട പറഞ്ഞത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഭഗവാന്റെ തര കാര്യങ്ങളൊന്നും അല്ല. ചിലതിൽ നമ്മളോട് പറയും ഇങ്ങനെ ചെയ്യണം, ഇത് ചാൻറ്റ് ചെയ്യണം, അതൊക്കെ നമ്മൾ കേൾക്കുക. ബിക്കോസ് ഇതൊക്കെ ഭഗവാൻ നമ്മളോട് പറയുന്നു. അങ്ങനെ ഭഗവാൻ നമ്മളെ സദാ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക, റുട്ടീനായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഭക്തി ചെയ്യുക, ഭഗവാനെടുത്ത് സറണ്ടർ ചെയ്ത്, ആ ഭഗവാൻ യോഗക്ഷേമം വഹാമ്യം ഞാൻ ചെയ്യും, ഞാൻ നോക്കിക്കോളും നിങ്ങളുടെ കാര്യം, നിനക്ക് എന്ത് വരാം. നമുക്കെല്ലാം ലൈഫിൽ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാവും അവിടെ. എല്ലാം നല്ലതിനാണ് നടക്കുന്നത് ലൈഫിൽ. എന്ത് ഭഗവാന്റെ ഭക്തരാണോ നിങ്ങൾ, ഭഗവാനെ വിളിക്കുന്ന നാമം ജപിക്കുന്നവരാണോ, സദാ നാമത്തിൽ ഭഗവാനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്ത് നിങ്ങളുടെ ലൈഫിൽ നടന്നോ, ഭഗവാന്റെ അറിവില്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ ശ്വസിക്കുന്ന ബ്രീത്ത് പോലും ഭഗവാന്റെ കാരുണ്യമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബ്രീത്ത് പോലും ഭഗവാന്റെ കാരുണ്യമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഭഗവാൻ അറിയാതെ നടക്കും. അപ്പം സദാ വിശ്വസിക്കുക, എല്ലാം ഭഗവാന്റെ ഇച്ഛ, എല്ലാം ഭഗവാന്റെ കൃപ. എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. സദാ നമ്മൾ പറയുന്നതും നമ്മുടെ ലൈഫിൽ വരുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. സദാ പ്രൊട്ടക്ഷൻ തരും. ഭഗവാൻ അറിയാതെ ഒന്നും നടക്കില്ല. അങ്ങനെ മീരാബായി മാധവി മോഹിച്ചു, എനിക്ക് കാന്താ ഭക്തി, ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം, എനിക്ക് റോയൽ ലൈഫ് വേണം. ഭഗവാൻ കൊടുത്തു. പരിശുദ്ധ ഇന്നസെൻറ്റ് ഭക്തിയാണ്. ഇനിയുള്ള പോർഷൻസൊക്കെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഡാക്കൂർ ദ്വാരക്കയുടെ മഹിമ കഴിഞ്ഞ് മീരാബായിയുടെ ഇനിയുള്ള വരുന്ന ഗിരിധർ ഗോപാൽ വരുന്നത് തുടങ്ങിയുള്ള എല്ലാതും അനുഭവിക്കണം. എന്നും ഭഗവാന്റെ മഹിമ ഭക്തി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കൃഷ്ണ കഥകൾ കേൾക്കുന്നു, ക്ഷേത്ര മഹിമകൾ കേൾക്കുന്നു, മനസ്സ് ശുദ്ധവും, നമ്മുടെ മനസ്സ് പരിശുദ്ധവും, പ്യൂരിഫൈഡ് ആവും. മനസ്സ് പരിശുദ്ധവും എന്നാൽ ഭഗവാൻ തെളിയുമുള്ളിൽ. പ്രത്യക്ഷ ഭഗവാന്റെ ലീലകളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഭഗവാന്റെ കാര്യം എന്നും കേൾക്കണം?
കൺസിസ്റ്റൻ്റായി കേൾക്കണം. എന്നും നമ്മൾ ഭഗവാനെ സ്മരിക്കണം. ക്ഷേത്രമഹിമ, ഭഗവാന്റെ കഥകൾ, കൃഷ്ണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആവും, നമ്മളറിയാതെ പരിശുദ്ധമായിരിക്കും. ഇപ്പം നമ്മൾ ആ കാലഘട്ടത്തിലേക്കൊക്കെ പോയി. ഇപ്പോൾ അവിടെയായിരുന്നു നമ്മൾ, ഡാക്കോറിലും മീരാബായിയുടെ അടുത്തും നമ്മുടെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി വയ്യായിരുന്നു, കോൾഡ്, ഈ ക്ലൈമറ്റിക് ഇതൊക്കെ ഇന്നലെ അതുകൊണ്ടാണ് വയ്യാതെ. ബട്ട് കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എനർജിയൊക്കെ വരുമല്ലോ. പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് നാമം ജപിക്കാൻ പറ്റാത്ത സമയത്തും കേൾക്കുക ഭഗവാന്റെ കാര്യങ്ങളൊക്കെ. മനസ്സങ്ങനെ പരിശുദ്ധം പ്യൂരിഫൈഡ് ആയിട്ട് വെക്കണം. ഭഗവാൻ അങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. എല്ലാവർക്കും കൃഷ്ണപ്രേമം, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കുഞ്ച് ബിഹാരി ശ്രീ ഹരിദാസ്.